യുദ്ധത്തിൽ തന്ത്രങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ആയുധശക്തി കൊണ്ട് മാത്രം നമുക്കൊരു യുദ്ധം ജയിക്കാൻ കഴിയില്ല. ആയുധങ്ങൾ മികച്ചതുണ്ടെങ്കിലും അത് കൃത്യമായി വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയാതെ വന്നാലും തിരിച്ചടി നേരിടാം. ഇറാന്റെയും ഇസ്രയേലിന്റെയും കാര്യമെടുക്കുമ്പോൾ രണ്ടു ഭാഗത്തും വലിയ നഷ്ടമുണ്ടാവുകയാണ്. ഹൈ വാല്യൂ അസറ്റ്സ് എന്ന് പറയാവുന്ന ഇരുഭാഗത്തുമുള്ള മില്യൺ കണക്കിന് ബില്യൺ കണക്കിന് ഡോളർ മൂല്യമുള്ള വസ്തുവകകൾ അവർക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ കത്തി നശിക്കുന്നു. അവരുടെ ബേസുകൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, കഴിഞ്ഞ ദിവസം അവരുടെ ഒരു മീഡിയ ഹൗസ് വരെ തകർത്തു കളഞ്ഞു ഇസ്രയേൽ. ഇതിനെയൊക്കെ തടയുന്നതിൽ ഇറാൻ അമ്പേ പരാജയപ്പെട്ടു. ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ശരിക്കും 10-ൽ 1 മാർക്ക് പോലും കൊടുക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. അത്രത്തോളം ആക്രമണമാണ് ശരിക്കും ഇറാനിൽ ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിന്റെ വിമാനങ്ങൾ, അവരുടെ എയർഫോഴ്സിന്റെ വിമാനങ്ങൾ തേരാപാര കൂള അവരുടെ എയർ സ്പേസിലൂടെ, ഇറാന്റെ എയർ സ്പേസിലൂടെ കറങ്ങി നടക്കുകയാണ്. തോന്നുമ്പോൾ ആക്രമണം നടത്തുകയാണ്. ഇതിന്റെ വിഷ്വൽസ് ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. X.com ഉൾപ്പെടെ പരിശോധിച്ചാൽ ഒരുപാട് റിയൽ വിഷ്വൽസ് നമുക്ക് കാണാം. AI-യും ഇതിന്റെ ഇടയിലുണ്ട്. പക്ഷെ റിയൽ വിഷ്വൽസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത്രയും പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇറാൻ മോശമാണെന്ന് അതിന് അർത്ഥമില്ല. അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റമാണ് വട്ടപൂജ്യം. പക്ഷെ ഇറാൻ, എനിക്ക് തോന്നുന്നു, നമ്മൾ ദീപാവലിക്ക് ഈ പൊട്ടാസും പടക്കവും ഒക്കെ വാങ്ങുന്ന ലാഘവത്തോടെയാണ് മിസൈലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവരുടെ തലസ്ഥാനം ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശത്തിന്റെയും ഭൂമിക്കടിയിൽ എണ്ണമില്ലാത്തത്ര മിസൈലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. മിസൈലുകളും റോക്കറ്റുകളും അതിന്റെ ചാകര തന്നെയാണ് ഇറാനിൽ കാണുന്നത്. ഇതെടുത്ത് തോന്നും പോലെ പ്രയോഗിക്കുകയാണ് ഇസ്രയേലിനെതിരായിട്ട്. എന്ന് വെച്ചാൽ ഡസൻ കണക്കിന്, പലപ്പോഴും 50-ഉം 30-ഉം 40-ഉം ഒക്കെ മിസൈലുകൾ, അതിൽ കൂടുതൽ ചിലപ്പോൾ റോക്കറ്റുകളായിരിക്കും. ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ 2-ഉം 3-ഉം ബാലിസ്റ്റിക് മിസൈലുകൾ കാണും. ഇങ്ങനെ വളരെ തന്ത്രപരമായിട്ട് മാസ്സായിട്ടുള്ള ആക്രമണമാണ് ഇറാൻ ഇസ്രയേലിൽ നടത്തുന്നത്. എന്ന് വെച്ചാൽ ഇസ്രയേലിന്റെ കാര്യം പറയുമ്പോഴാണ് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ലോകത്തെ ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഇസ്രയേൽ. ഇപ്പോൾ ഇസ്രയേലിന്റെ കയ്യിൽ അയൺ ഡോം ഉണ്ട്, താഡുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കയുടെ ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റമായ താഡുണ്ട്. ആരോ 2-3 എന്നൊക്കെ പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തടുക്കാൻ കഴിയുന്ന എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും തങ്ങളുടെ ഹൈ വാല്യൂ അസറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇസ്രയേലും പരാജയപ്പെടുകയാണ്. ശരിയാണ്, ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം പോലെ പൂർണ്ണ പരാജയമല്ല ഇസ്രയേലിൻ്റെത്. എന്ന് വെച്ചാൽ വൻതോതിൽ ഇസ്രയേലിന് നേരെ ഇറാൻ മിസൈലുകൾ അയക്കുമ്പോൾ കുറേയൊക്കെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റോയിട്ടേഴ്സ് ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. ഈ അയൺ ഡോം തന്നെ കൺഫ്യൂഷൻ ആവുകയാണ്. തെറ്റായ ഡിസിഷൻസ് എടുക്കുന്ന അയൺ ഡോം ഇസ്രയേലിന്റെ തന്നെ അസറ്റുകൾ തകർത്തതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇത്തരം ചില വാർത്തകൾ റോയിട്ടേഴ്സ് അടക്കം ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം അയൺ ഡോം കൺഫ്യൂഷൻ ആവുന്നു. എയർ ഡിഫൻസ് സിസ്റ്റംസ് കുറെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇറാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫലം അവർക്ക് കിട്ടുന്നുണ്ട്. ഇറാന്റെ ആക്രമണങ്ങളെ പൂർണ്ണമായി തടയാൻ ഇസ്രയേലിന് കഴിയുന്നില്ല. ഒരു മിസൈൽ അല്ലേ വീണുള്ളൂ, 100 എണ്ണം അയച്ചപ്പോൾ 5 എണ്ണം അല്ലേ വീണുള്ളൂ എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു സ്ട്രാറ്റജി ആയിക്കൂടെ? ഇറാന്റെ ഒരു സ്ട്രാറ്റജിയുമാകാം. ഇറാന് നന്നായിട്ടറിയാം അയൺ ഡോം ഒരു മികച്ച എയർ ഡിഫൻസ് സിസ്റ്റമാണ്, എന്നാൽ അതിന് എന്തിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയും, എന്തിനെയൊക്കെ കഴിയില്ല എന്ന് അവർക്കറിയാം. അവർ ഈ ഹമാസിനെ വെച്ചും ഹൂതികളെ വെച്ചും ഹിസ്ബുള്ളയെ വെച്ചുമൊക്കെ കുറെ കാലമായിട്ട് ഇസ്രയേലിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇസ്രയേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ അത്യാവശ്യം ഒരു നോളജ് ഇറാൻ ഉണ്ടാവും. ഒന്നും അറിയാത്തൊരു പൊട്ടൻ രാജ്യമൊന്നും അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവരെ ആരെങ്കിലും ഇത്രയും ആശങ്കയോടെ നോക്കേണ്ട കാര്യവുമില്ല. അപ്പൊ ഇസ്രയേലിന്റെ ആയുധശേഷിയെ കുറിച്ചൊക്കെ ഇറാൻ അറിയാം. അപ്പൊ ഇവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരുപാട് മിസൈലുകൾ അയക്കുന്നു. അതിന്റെ ഇടയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുകയാണെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റം കൺഫ്യൂസ് ആയിട്ട് അതിനെ കൃത്യമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വരും. അപ്പൊ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ ഇസ്രയേലിനെതിരെ ഇറാൻ പയറ്റുന്നുണ്ട്. ഇറാനെ കുറിച്ച് സകല ഇന്റലിജൻസ് റിപ്പോർട്ടുകളും മൊസാദ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ എന്തൊക്കെ ശേഷിയുണ്ട്, എന്തൊക്കെ മിസൈലുകളുണ്ട്, അവരുടെ മിസൈലുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൈനിക ശേഷിയും ആയുധബലവും ഇറാന്റെ കൈവശമുണ്ട്, എത്ര മിസൈലുകൾ ഉണ്ടാവും എന്നിങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇസ്രയേലിന്റെ കയ്യിൽ ഉണ്ടാവേണ്ടതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിട്ടും ഈ ഇറാന്റെ ഇത്തരം ആക്രമണങ്ങൾ, ഒരേ സമയത്ത് 10, 30, 40, 50 മിസൈലുകളോ റോക്കറ്റുകളോ ഒക്കെ അയക്കുന്ന, മണിക്കൂറിൽ 100 വരെ മിസൈലുകൾ അയക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നറിയാമെങ്കിൽ ഇറാന്റെ ആക്രമണങ്ങളെ ചെറുക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടായിരിക്കുമല്ലോ ഇസ്രയേല് ഇറാനെതിരെ യുദ്ധത്തിന് പോയിട്ടുണ്ടാവുക. ഇറാന്റെ അകത്ത് കയറാനും അവരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർക്കാനുമൊക്കെ ഇസ്രയേലിന്റെ എയർഫോഴ്സിന് കഴിഞ്ഞിട്ടുമുണ്ട്. സോ മിഷൻ സക്സസ് ആണ്. പക്ഷെ ഫെയിലായത് സ്വന്തം രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിലാണ്. ഏറ്റവും പ്രധാനം, നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രധാനം
ഇങ്ങോട്ട് വരുന്ന ആക്രമണത്തെ ഫലപ്രദമായി തടയുക എന്നതിനാണ്. കാരണം നമ്മുടെ രാജ്യത്തെ അസറ്റ്സ് നഷ്ടമാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ജീവൻ നഷ്ടമാകും, ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടാവും. അതത്ര എളുപ്പമല്ല, അത്ര ചെറുതുമല്ല. അപ്പൊ ഇവിടെ ഇസ്രായേൽ വളരെ ചെറിയ രാജ്യമാണ്. ഇവൻ ഇറാൻ ഇസ്രായേലിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ രാജ്യമാണേ. പക്ഷെ എന്നിട്ടും ആ ചെറിയ രാജ്യത്ത് ഇത്ര എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ കുറവുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിൽ ആക്രമണങ്ങൾ സംഭവിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവരുടെ കയ്യിൽ എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടോ അവർക്ക് സ്ട്രാറ്റജി തീരെ അറിയാത്തത് കൊണ്ടോ അല്ല. മറിച്ച് ഇവിടെ പ്രധാനം എന്ന് പറയുന്നത് ഉള്ള സാധനം പ്രതീക്ഷിച്ച റിസൾട്ട് തരുന്നില്ല എന്നുള്ളതാണ്. അമേരിക്കയും സഖ്യ രാജ്യങ്ങളുമൊക്കെ ഇത് അങ്ങനെയൊന്നും അല്ല, ഇറാൻ ഹൈപ്പർസോണിക് ആയിരിക്കാം ഉപയോഗിച്ചത് എന്ന തരത്തിലൊക്കെ അവരുടെ മാധ്യമങ്ങൾ പടച്ചുവിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാന്റെ കൈവശം ഹൈപ്പർസോണിക് ഉണ്ടോ എന്നാണ് അവർ ഉള്ളതായിട്ട് കാണിച്ചിട്ടുള്ളത്. ശരിക്കും ഇറാൻ ഉപയോഗിക്കുന്നത് നോർമൽ ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെയാണ്. മീഡിയം റേഞ്ചോ ലോങ് റേഞ്ചോ ബാലിസ്റ്റിക് മിസൈലുകളായിരിക്കാം ഉപയോഗിക്കാൻ കൂടുതൽ സാധ്യത. അല്ലാതെ ഇറാന്റെ കയ്യിൽ എവിടെ നിന്നാണ് ഹൈപ്പർസോണിക്? ഇറാൻ ഡെവലപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അവരുടെ 2 മിസൈലുകൾ ഹൈപ്പർസോണിക് ആണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അത് പ്രൂഫ് ഒന്നുമില്ല. ഇപ്പോൾ ഇന്ത്യ ഒരു ഗ്ലൈഡ് വെഹിക്കിൾ ഡെവലപ്പ് ചെയ്തെടുത്തു, എവിഡൻസ് ഉണ്ട്. റഷ്യ ഹൈപ്പർസോണിക് മിസൈൽ ഡെവലപ്പ് ചെയ്തെടുത്തു, എവിഡൻസ് ഉണ്ട്. ചൈന ഡെവലപ്പ് ചെയ്തെടുത്തു, എവിഡൻസ് ഉണ്ട്. പക്ഷെ ഇറാന്റെ കാര്യത്തിൽ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതിന് എവിഡൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ 100% നമുക്ക് പറയാനൊന്നും പറ്റില്ല. വെറുതെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നത് അവൻ കണ്ടുപിടിച്ചു എന്നുള്ളത്. ഇനി അഥവാ കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ, മാസ് പ്രൊഡക്ഷൻ നടത്താനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഹൈപ്പർസോണിക് മിസൈലിന്റെ കാര്യമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്, അല്ലാതെ ഓലപ്പടക്കത്തിൽ തിരിയിടുന്ന കാര്യമല്ലല്ലോ. അതാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇട്ട് കുറെ അങ്ങ് ഉണ്ടാക്കി വെക്കാം. അപ്പൊ ഈ സാധനം അങ്ങനെ എളുപ്പത്തിൽ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല. അതുകൊണ്ടാണ് അത് സ്പെഷ്യൽ ആവുന്നത്. അപ്പൊ അത്രയും ബുദ്ധിമുട്ടാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉണ്ടാക്കാനും അത് മാസ് പ്രൊഡക്ഷൻ നടത്താനും ഒക്കെ. അത്രത്തോളം ഒന്നും ഇറാൻ വളർന്നിട്ടില്ല, അത് എല്ലാവർക്കും അറിയാം. ഇറാൻ ഉപയോഗിക്കുന്നത് മോസ്റ്റ്ലി അവർ ഉപയോഗിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകളാണ്. പക്ഷെ ബാലിസ്റ്റിക് മിസൈലുകൾ ഫലം കാണുന്നുണ്ട്. എങ്ങനെ ഫലം കാണുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇസ്രയേലിന്റെ കൈവശമുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസ് ഫെയിൽ ആവുന്നത് കൊണ്ട് ഫലം കാണുന്നു. അതാണ് സംഭവിച്ചത്. ഇപ്പൊ ഇതുപോലെ വൻതോതിൽ മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഒക്കെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചു. ഞാനിവിടെ കമ്പയർ ചെയ്തിട്ട് ഇന്ത്യ വലിയ സംഭവമാണ്, ബാക്കിയുള്ള ലോകത്തെ എല്ലാ രാജ്യങ്ങളും മോശമാണ് എന്നല്ല പറയുന്നത്. 2 വ്യത്യസ്ത സാഹചര്യങ്ങൾ കമ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്, അടുത്തടുത്ത് നടന്ന സംഭവങ്ങളായതുകൊണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ നേരെ വമ്പൻ ആയുധങ്ങൾ തന്നെയാണ് പാകിസ്ഥാൻ പ്രയോഗിച്ചത്. അവരുടെ ഏറ്റവും മികച്ച ബാലിസ്റ്റിക് മിസൈൽ വരെ പ്രയോഗിച്ചു. നമുക്കതിനെ തടയുന്നതിന് കൃത്യമായൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ബുദ്ധിപരമായിട്ട് നമ്മൾ വിന്യസിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ കൊടുത്ത തിരിച്ചടിയും വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടായിരുന്നു. അപ്പൊ ഇതാണ് ഒരു യുദ്ധത്തിന്റെ പ്രത്യേകത. നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മൾ അതിനെ എങ്ങനെ ഭംഗിയായി ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. മാത്രമല്ല ഒരു യുദ്ധത്തിലാണ് ഒരു ആയുധത്തിന്റെ ഒരു ശേഷി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ കയ്യിൽ ആനയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ഉണ്ടെന്ന് പറയുന്ന സാധനം മറ്റുള്ളവർക്ക് കൂടെ ബോധ്യപ്പെടുകയും വേണം, അത് പ്രൂവ് ചെയ്ത് കാണിക്കുകയും വേണം. ഇവിടെ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പ്രൂവ് ചെയ്തു. ഇസ്രയേലിന്റെ അയൺ ഡോം വളരെ മികച്ചതാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല. പക്ഷെ ആ അയൺ ഡോമിന്റെ പോരായ്മകൾ ഇറാൻ മനസ്സിലാക്കിക്കൊണ്ട് ആ പോരായ്മകൾ മനസ്സിലാക്കി അത് തന്ത്രപരമായിട്ട് ഇറാൻ എന്ത് ചെയ്തു? മിസൈലുകൾ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ ഇറാൻ നമ്മൾ നോക്കുമ്പോൾ ആ 100 വിട്ടപ്പോൾ 2 അല്ലേ വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ആ 2 ഉദ്ദേശിച്ചത്. അവിടെ ആ 2 വീഴുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ബാക്കിയുള്ള 98 എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് വെറുതെ ഇട്ട് കൊടുക്കുന്നതാണ്. അതിന്റെ ഇടയിൽ കൂടെ 2 കൊണ്ടുപോയി പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങൾ തകർത്താൽ അത് വലിയ നഷ്ടമാണ് ഇസ്രായേലിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ US കൊടുത്തിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസ് അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ ടെക്നോളജി മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇന്ത്യയും ഇസ്രായേലും ചേർന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത ബരാക് 8 വളരെ മികച്ച എയർ ഡിഫൻസ് സിസ്റ്റമാണ്, ഒരു തർക്കവുമില്ല. അവരുടെ അയൺ ഡോം വളരെ നല്ലൊരു എയർ ഡിഫൻസ് സിസ്റ്റമാണ്. പക്ഷേ ഇവരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അമേരിക്കൻ നിർമ്മിത താഡും ആരോ 2, 3 പോലെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റവുമാണ്. ഇത് ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കും, എയർക്രാഫ്റ്റുകളെ തകർക്കും എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ സംഗതി വേണ്ട പോലെ പ്രവർത്തിക്കുന്നുണ്ട്, കുറേയൊക്കെ തടയുന്നുണ്ട്. പക്ഷേ കുറെ തടഞ്ഞാൽ പോരല്ലോ. നമുക്ക് 100% ഇല്ലെങ്കിലും ഒരു 99%, 98% ഒക്കെ നമുക്കൊരു സുരക്ഷ കിട്ടണം. ഇപ്പൊ എന്തുകൊണ്ട് ഇത് ചർച്ചയാവുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന യുദ്ധത്തിൽ ഇന്ത്യ നമ്മുടെ ഹൈ വാല്യൂ അസറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ മികച്ചൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതേസമയത്ത് നമുക്ക് S-400 എന്ന റഷ്യക്ക് പോലും അതിന് കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാവരും ചോദിക്കുകയാണ്, ഇന്ത്യയുടെ കയ്യിലും റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 ആണുള്ളത്. പക്ഷെ ഇന്ത്യ എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നു, റഷ്യക്ക് പോലും പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യുക്രൈൻ റഷ്യ യുദ്ധം റഷ്യയുടെ കയ്യിൽ നിന്ന് പോയതാണ് ഒരു ഘട്ടത്തിൽ. അവർ വിചാരിച്ചതുപോലെ ആയില്ല കാര്യങ്ങൾ, അതുക്കും മേലെ കാര്യങ്ങൾ പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പ്ലാനിങ്ങിൽ ഒരുപാട് പാളിച്ചകൾ പറ്റി. ഇന്ത്യയുടെ കേസിൽ ഇന്ത്യ വളരെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു യുദ്ധമാണ് ചെയ്തത്. അതുകൊണ്ടാണ് വെടിനിർത്തലിന് അവർ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൈ കൊടുത്തതും. നമുക്കും അത് തന്നെയായിരുന്നു വേണ്ടത്. നമ്മൾ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിച്ചില്ല.
അവരെ കൊണ്ട് വെടിനിർത്തലിന് തയ്യാറാണെന്ന് പറയിക്കണം. അമ്മാതിരി അടി നമ്മൾ കൊടുത്തു, അവരവിടെ വീണു. അതായിരുന്നു നമ്മുടെ ആവശ്യം. ഇവിടെ ഇസ്രായേലിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഇറാന്റെ ഭരണകൂടത്തെ തന്നെ മാറ്റുക എന്നുള്ളതാണ്. കഴിയുമെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ആത്മീയ ആചാര്യനെ വകവരുത്തുക എന്നത് പോലും ഇസ്രായേലിന്റെ പട്ടികയിലുള്ള പദ്ധതികളിൽ ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ലോങ് ടേം യുദ്ധമാണ് ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഇസ്രായേൽ അവരുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വേണമായിരുന്നു യുദ്ധത്തിലേക്ക് പോകാൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ താടും അല്ലെങ്കിൽ ആരോയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് നെതന്യാഹു വിചാരിച്ചു കാണും. പക്ഷെ ആ തരത്തിലുള്ള ഒരു 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 എക്സ്പെക്ടേഷൻ ലെവലിൽ ഒരു പ്രകടനം ഈ പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നില്ല. ബട്ട് അത് കുറെ ആക്രമണങ്ങൾ അവർ തടയുന്നുണ്ട്. ബട്ട് പൂർണ്ണമായും ഒരു ഒരു പ്രതീക്ഷിച്ച പോലത്തെ ഒരു പ്രകടന മികവ് കാണിക്കുന്നില്ല. ഇത് വലിയ ചർച്ചകൾക്ക് തുടക്കമിടും. പ്രത്യേകിച്ച് US എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒരു വലിയ പരാജയമാണെന്ന തോന്നൽ ഇത് ലോകത്ത് മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് US സഖ്യരാജ്യങ്ങളെ വല്ലാതെ ആശങ്കയിൽ ആഴ്ത്തുന്ന ഒരു സംഭവം കൂടിയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.